ദിസ് ക്യാൻ ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ്സ്. നമ്മൾ വിചാരിക്കണ്ടാവും എന്താ ചെങ്ങായി പറയണേ, ഈ ഒരു പേപ്പറും കൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് മുഴുവൻ മാറ്റാൻ പറ്റുമെന്നാണോ? സോ ഞാൻ പറയാം, അതായത് എല്ലാ ആൾക്കാർക്കും ഒരു ഗോൾസ് ഉണ്ടാവും, ഡ്രീംസ് ഉണ്ടാവും. എന്നിട്ട് അതിൽ ഡെയിലി എന്ത് ആക്ഷൻസ് ഒരു കൊല്ലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെയിലി സിസ്റ്റത്തിൽ എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ എന്ത് ഹാബിറ്റ്സുകൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ആ ഗോളിലേക്ക് എത്താമെന്നും അറിയുണ്ടാവും. ബട്ട് ദേ ആർ പ്രോക്കാസ്റ്റിനേറ്റിംഗ് ദെയർ വർക്ക്സ്. ബിക്കോസ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേസിനെസ്സോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കില്ലോ കാര്യങ്ങളോ ഇല്ലായിട്ടല്ല. ഇവരെല്ലാവരും ഇതൊക്കെ പുട്ട് ചെയ്യണത് അല്ലെങ്കിൽ ഇതൊക്കെ കീപ്പ് ചെയ്യണത്, ഇന്ന ഗോൾ ഇതാണ്, ഇന്ന ഗോൾ ഇതാണ്, ഒരു കൊല്ലത്തിനുള്ളിൽ ഇവിടെ എത്തണം, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഡെയിലി ചെയ്യണം, ഇതൊക്കെ ഓല് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഓല് സ്റ്റോർ ചെയ്യുക എവിടെ വെച്ചാൽ ഓരോ കോൺഷ്യസ് മൈൻഡിലേക്കാരം. അതായത് നമുക്ക് രണ്ട് മൈൻഡ് ഉണ്ട്, ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ കോൺഷ്യസ് മൈൻഡ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എന്ത് സംഭവങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു ലിമിറ്റ് ഇല്ല. അതായത് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്ത് 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 വന്ന സംഭവങ്ങളാണ് കാരണം അതിൽ സ്റ്റോർ ചെയ്യുക. ഈ പുതിയ സംഭവങ്ങളാണ് നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യുക. സോ ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് സംഭവം സ്റ്റോർ ചെയ്യണതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പറഞ്ഞു വരുന്നത് അതിൽ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു കണക്കുണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് സംഭവം നമ്മളിങ്ങനെ റിമെമ്പർ ചെയ്ത് മറക്കാനില്ല, ഓർത്തെടുക്കാനുള്ള സംഭവം ചാൻസ് പറ്റ കുറവാണ്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു ജേർണൽ ക്യാൻ ഹെൽപ്പ് യു സക്സസ്. സോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ജേർണലിങ് അല്ലെങ്കിൽ നമ്മൾ ഈ റൈറ്റിങ്സ് സംഭവം എന്താന്ന് പറയുന്നത്, അതായത് നമ്മളെല്ലാ തോട്ട്സ് നമ്മൾ എന്ത് സംഭവം ചെയ്യണം അല്ലെങ്കിൽ ഈ ടു ഡു ലിസ്റ്റ് അങ്ങനെ സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ഫ്രസ്ട്രേറ്റഡ് ആയി പോകുമ്പോൾ നമ്മുടെ തോട്ട്സുകൾ മുഴുവൻ നമ്മുടെ തലയിൽ നിർത്താൻ ഒരു പേപ്പർക്ക് കൊടുക്കുക. സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ അതായത് നമ്മുടെ ഹെഡ് നമ്മുടെ ബ്രെയിനിനെ മൈൻഡിനെ ഒന്നും കൂടി ഫ്രീ ആക്കിയാണ്ട് ഈ സംഭവങ്ങൾ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക, നമ്മളൊരു പേപ്പറിൽ എഴുതുക. സോ ഞാൻ മെയിനായിട്ടൊരു 3 ടൈപ്പ് പറഞ്ഞുതരാം ജേർണലിങ്ങിൻ്റെ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബെനിഫിറ്റും പറഞ്ഞില്ല, ഓരോ സംഭവങ്ങൾ ഓരോ ജേർണലിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഓരോ സംഭവത്തിൻ്റെ ബെനിഫിറ്റ്സും. ജേർണലിങ് കുറേ ടൈപ്പ് ഉണ്ട്, നമുക്ക് കുറേ സംഭവങ്ങളിലൂടെ ചെയ്യാം ജേർണലിങ്. അതിന് കുറേ ഫാൻറ്റസി ആയിട്ട് ചെയ്യാം, അത് നോർമലായിട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കുറേ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സെർച്ച് ചെയ്താൽ. സോ ഞാൻ മെയിനായിട്ട് ഒരു 3 കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇത് നമുക്കൊന്നും കൂടി സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുന്ന 3 ടൈപ്പാണ്. സോ നമ്പർ 1, ടു ഡു ലിസ്റ്റ്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്, ഗോൾ ആദ്യം നമ്മൾ എഴുതി വെച്ചു. സോ ഇനി അതിലേക്ക് എത്തിക്കണം നമ്മുടെ ആക്ഷൻസ്. അതായത് നമ്മൾ ഡെയിലി ഫോളോ ചെയ്ത് അതിൻ്റെ സംഭവങ്ങളുണ്ടാവും. നമ്മൾ കട്ട് ചെയ്യേണ്ട ഹാബിറ്റ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ എന്ത് നല്ല ഫുഡ് കഴിക്കേണ്ടി വരും, അതേ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കാര്യങ്ങൾ അതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും, അതേ കാര്യങ്ങളെ കട്ട് ചെയ്യേണ്ട ഹാബിറ്റ്സ്. ഇതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് നാളെ എന്തൊക്കെ ചെയ്യണം, അതായത് ഇന്ന് തുടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്യാം, നാളെ എന്തൊക്കെ ചെയ്യണം. അതാണ് ഈ ടു ഡു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെ എല്ലാ ഇൻക്ലൂഡിങ് എവരിത്തിങ് എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയി കണ്ടെടുക്കുക. എത്ര മണിക്ക് എണീക്കണം, ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം, അടുത്ത സംഭവം എന്ത് ചെയ്യേണ്ടത്, ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർക്ക് എത്ര സമയത്തേക്ക് ചെയ്യണം, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ സംഭവങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള വർക്ക് ഒക്കെ, പിന്നെ റെസ്റ്റ് ടൈം, പിന്നെ ഫുഡിൻ്റെ സമയം, ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ടു ഡു ലിസ്റ്റ് ഞാനൊക്കെ കീപ്പ് ചെയ്യൽ മന്ത്ലി ടു ഡു ലിസ്റ്റ് ആണ്, ഞാൻ ഡെയിലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കലില്ല. അങ്ങനെ മന്ത്ലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാണ്ട് കൂടെ ഇങ്ങനെ ജസ്റ്റ് പിക്ക് ചെയ്താൽ എന്നിട്ട് ഒരു മാസത്തിലുള്ള ഗോളിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം ഞാൻ ഡെയിലി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സോറി ആ ഒരു മാസത്തേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാസം ചെയ്യേണ്ട സംഭവങ്ങൾ അവിടെ പിൻ ചെയ്ത് വെക്കും. അപ്പം എന്ത് ചെയ്യാറ് ആ ഒരു മാസം നമുക്ക് ടു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യുക. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഒക്കെ ആയാലും നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. ആ ഡെയിലൊക്കെ ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് ഡെയിലി ചെയ്യലുങ്ങൾ. പിന്നെ ഞാനിങ്ങനെ എഴുതി വെക്കും, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കും. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ കഴിഞ്ഞാൽ നമ്മൾ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് നമ്മൾ ഇന്നിപ്പോൾ എണീറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യില്ല, പിറ്റേന്ന് നിങ്ങളിപ്പോൾ ഒന്ന് കറക്കാൻ വേണ്ടി തന്നെ നാളെ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന ഗോളുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം, ഇന്ന സമയത്ത് ഈ വർക്ക് ചെയ്യണം, ഇന്ന സമയത്ത് ഈ ഫുഡ് കഴിക്കണം ഒക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ട്. ബട്ട് നിങ്ങൾ ആ ദിവസം കുറേ സംഭവങ്ങൾ മിസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലേസിനെസ് മൂലമല്ല, നിങ്ങൾക്ക് അത് അറിയില്ല എപ്പോഴും എവിടെ ചെയ്യേണ്ടത് നിങ്ങൾ മറന്നുപോയി. സോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ കീപ്പ് ചെയ്ത് ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഈ സംഭവങ്ങൾ കാണാം, അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഈ സംഭവങ്ങൾ ചെയ്യും. നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, ഈ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് ചെയ്യാനുള്ള സാധ്യത, ആ സംഭവങ്ങൾ ഉദ്ദേശിച്ച സംഭവങ്ങൾ ചെയ്യാനുള്ള സാധ്യത 99% കാണും. അതായത് നിങ്ങളെ ഹാബിറ്റ്സുകളും നിങ്ങളുടെ ടാസ്കുകളും എന്ത് ചെയ്യിക്കാരം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആക്കുന്നവർക്ക് അവയർനെസ് ഉണ്ടാവും. രാവിലെ എണീറ്റോടെ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവും എന്താ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ വർക്ക് കഴിഞ്ഞാൽ അടുത്ത വർക്ക് എന്താണെന്ന് നിങ്ങൾക്കൊരു അവയർനെസ് ഈ ടു ഡു ലിസ്റ്റ് നമുക്ക് തരും. അതാണ് ജേർണലിങ്ങിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത്. അതായത് നമുക്ക് ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം, അതായത് ജസ്റ്റ് എന്തൊക്കെ ചെയ്യേണ്ട സംഭവങ്ങളാണ് കീപ്പ് ചെയ്യാം. സോ രണ്ടാമത്തെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. അതായത് നമ്മൾ താങ്ക്ഫുള്ളായ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ ദിവസം, നമുക്ക് ഗ്രേറ്റ്ഫുള്ളായ സംഭവങ്ങൾ, എത്ര സാഡ്നെസ് ഉണ്ടെങ്കിലും എത്ര ഡിപ്രഷൻ ആണെങ്കിലും ഓരോ ദിവസം നമുക്ക് ഓരോ താങ്ക്ഫുൾനെസ്സിൽ കിട്ടുന്ന സംഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ ഗ്രേറ്റ്ഫുള്ളായ സംഭവങ്ങളുണ്ടാവും.
അതിനെക്കുറിച്ച് എന്താ ജസ്റ്റ് ഇവർ 3 സംഭവങ്ങൾ നിങ്ങളൊരു ദിവസം ഗ്രേറ്റ്ഫുൾ ആയ ഒരു 3 സംഭവങ്ങൾ മിനിമം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ അതിനായിട്ടൊരു ബുക്കൊക്കെ കീപ്പ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിങ് പറഞ്ഞാൽ അതായത് ഇതിൻ്റെ കൺക്ലൂഷൻ എടുത്തോളൂ. നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി പ്രത്യേകിച്ച് നമ്മൾ ഫുള്ള് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പാരിസൺ ചെയ്ത് വന്നിരിക്കണം. അവൻ്റെ ലൈഫിൽ അതുണ്ട്, അതുണ്ട്, ഓനക്ക് ഐഫോൺ ഉണ്ട്, ഓനക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ താത്തി താത്തി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. സോ അതിന് പകരം എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയ്യുക എനിക്ക് എന്ത് ലൈഫിലുണ്ട് ഇന്നത്തെ സംഭവങ്ങൾ. ഇപ്പം അത് ഇന്ന് എനിക്ക് എന്തൊക്കെ താങ്ക്ഫുൾ ആയുള്ള സംഭവങ്ങൾ കിട്ടി, ഞാൻ എന്തൊക്കെ ഒന്ന് ഹാപ്പി ആവുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് 3 കാര്യങ്ങൾ എഴുതുക. അതായത് ഇപ്പം നിങ്ങൾ എന്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും നാളെ ദിവസം മൂന്ന് നേരം ഫുഡ് അയച്ചപ്പം നാളെ നല്ലപോലെ ഉറങ്ങിയേക്കും, നല്ല ഡ്രസ്സ് ഇട്ടേക്കും, ഇതിനെക്കുറിച്ചെങ്കിലും താങ്ക്ഫുൾ ആവുക. കാരണം ഇത്ര ഉള്ള കൺക്ലൂഷൻ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ മൈൻഡ് സെറ്റിന് നമുക്ക് എന്തില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം എന്തുള്ള സംഭവത്തിനെ കുറിച്ച് താങ്ക്ഫുള്ളായി, അതിനെ ഫുള്ള് ഗ്രേറ്റ്ഫുള്ളായി അതിനെക്കുറിച്ച് ആലോചിച്ച് ഹാപ്പി ആവുന്ന സംഭവമാണ്. അതായത് നമ്മുടെ ബ്രെയിൻ ഒന്നും കൂടിയും എന്തില്ല എന്ന് ആലോചിക്കുന്നതിന് പകരം എന്തുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് ആ സംഭവത്തിനെ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്, ജേർണലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ. അതിൻ്റെ ബെനിഫിറ്റാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കൊരു അവയർനെസ് ഉണ്ടാവും. അതായത് എന്തില്ലാന്ന് ചിന്തിച്ച് ടെൻഷൻ ആവുന്നതിന് പകരം ഉള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവയർനെസ്സും ഒരു താങ്ക്ഫുള്ളും ഒരു ഗ്രേറ്റ്ഫുള്ളും. സോ ലാസ്റ്റത്തെ ചാനലാണ് 3ാമത്തെ. ഇത് നമ്മൾ ഒരു അങ്ങനെ ടൈപ്പ് പറയുന്നതല്ല, അത് നമ്മൾ ഫുള്ളും മൈൻഡ് ഫ്രസ്ട്രേറ്റഡൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സംഭവം. അതായത് നമ്മളിപ്പോൾ ഗോളൊക്കെ സെറ്റ് ചെയ്തു, ആ സിസ്റ്റം സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മളത് അച്ചീവ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇപ്പോൾ വർക്കൊക്കെ ചെയ്തു, ഇതേമാതിരി സിസ്റ്റമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബുക്ക് വായിക്കും, അതുപോലെ തന്നെ ഞങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യുന്ന സംഭവമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ മൈൻഡ് ഫുള്ള് ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതിപ്പോൾ ചെയ്താൽ സക്സസിലോട്ട് എത്തും, ഇതിപ്പോൾ ചെയ്താൽ ഞാൻ ഇപ്പോൾ പറയുന്നത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ അവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഇത് ചെയ്യണമെന്ന് ഈ കാര്യങ്ങൾ എഴുതിയേക്കുക, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ എന്ത് ചെയ്യുക, ആ സംഭവം മുഴുവൻ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതുക. സംഭവം നമ്മൾ മൈൻഡത്തെ മുഴുവൻ എന്ത് ചെയ്യുക, പേപ്പർ കൊണ്ട് ഇങ്ങോട്ട് കൊട്ടുക. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ എഴുതുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആ സംഭവം ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ എന്തേക്കാരം നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും സംഭവം വെറുതെയാണ്. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. അതായത് നമ്മൾ ഫുള്ള് മൈൻഡൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പേപ്പറിൽ നമ്മൾ ചിന്തിക്കണോ, നമ്മൾ മൈൻഡൊക്കെ വരുന്ന സംഭവം മുഴുവൻ എഴുതുക. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അതായത് നമുക്ക് ഒന്നുകൂടി മൈൻഡ് ക്ലാരിറ്റി കിട്ടും, നമ്മളെ എന്താ ചെയ്യണം ഒന്നും കൂടി നമുക്കൊരു അവയർനെസ് കിട്ടും, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒന്നുകൂടി ചാൻസ് കൂടുതലാണ്. സോ ജേർണലിംഗ് പറഞ്ഞാൽ എല്ലാവരും വിചാരം വെറുതെ പേപ്പറിൽ എഴുതിയാലും നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയൂലാണ്. സോ ഞാൻ പറഞ്ഞല്ലേ, നമ്മളെ മൈൻഡിൽ എന്ത് സംഭവം സ്റ്റോർ ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ കറന്റ് ആയിട്ട് ഇപ്പം ഒരാൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ച ആൾ ഇതുവരെ വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ബോഡീനെ ഒരിക്കലും കെയർ ചെയ്യാത്ത ആളാണ്. ബട്ട് ഒരു 50% മൂപ്പര് ജിമ്മിക്ക് നാളെ പോകാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ നേരെ മറിച്ച് ഒരാൾ ഒരു കൊല്ലമൊക്കെ ആയിട്ട് ഡെയിലി ജിമ്മിക്ക് പോകുന്ന ആളാണ്, ബോഡീനെ കെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് ജിമ്മിക്ക് പോകാനുള്ള ചാൻസ് മൂപ്പര് ഡെയിലി പോകും. സോ അതെന്താണ്, ഈ രണ്ടാമത്തെ ആളെ ഞാൻ പറയാമല്ലോ, മൂപ്പരെ ജിമ്മിക്ക് പോകുക, ആ ഒരു സംഭവം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. കാരണം മൂപ്പര് ഒരു കൊല്ലം ജിമ്മിക്ക് പോയി, അത് റിപ്പീറ്റേഷൻ ആയി, അത് കോൺസിക്വൻസ് മൈൻഡിൽ നിന്ന് മൂപ്പരെ സബ് കോൺഷ്യസ് മൈൻഡിലായി ആ സംഭവം. അപ്പോൾ ഡെയിലി മൂപ്പര് പോലും അറിയാതെ ആ സമയം കഴിഞ്ഞാൽ ജിമ്മിക്ക് പോകും. നേരെ മറിച്ച് നമ്മളൊരു പുതിയ ആളാണെന്നുണ്ടെങ്കിൽ എന്ത് കാരണം നമുക്കത് നിന്ന് റിപ്പീറ്റേഷൻ ആക്കിയാണ്ട് അതിന് കുറച്ച് വർക്ക് ഇട്ടാണ്ട് എടുത്തിടണം. അത് നമ്മളെ ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റണം. സോ അപ്പം നമ്മൾ ആ സംഭവം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ ഏത് സംഭവം ഫസ്റ്റ് നമ്മളെ ഹാബിറ്റ് തുടങ്ങുമ്പോൾ നമ്മളെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കോൺഷ്യസ് മൈൻഡിലാണ്. അതേ പറഞ്ഞത് കോൺഷ്യസ് മൈൻഡിൽ എന്ത് സംഭവങ്ങളും പ്രസൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. സോ അതിന് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ എന്ത് ചെയ്യാറ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു നമ്മളെന്നും കാണുന്ന ഒരു സ്ഥലത്ത് പുട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ആക്കി വെച്ചാൽ എന്ത് ചെയ്യാറ്, അത് ചെയ്യാനൊരു 90% സാധ്യത കൂടുതലേക്കാരോ. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.